ഹലോ ഓൾ. USS ആസ്പിറൻസിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാർത്ത ഒരുപക്ഷെ നിങ്ങളും വായിച്ചു കാണും. വാർത്ത ഇങ്ങനെയാണ്: തുക കൃത്യമായില്ല, ഇനി സർട്ടിഫിക്കറ്റും നേരിട്ട് നൽകില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ ഒരു വീഡിയോ, ഒരു വാർത്തകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കാണും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ USS സ്കോളർഷിപ്പിന് അർഹരായ വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് USSന്റെ തുക കിട്ടിയിട്ടില്ല, അവർക്ക് ഇനിയും ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ള വാർത്ത. അതിന് പിന്നാലെയാണ് വളരെ സങ്കടകരമായിട്ടുള്ള മറ്റൊരു വാർത്ത. അതായത് സർട്ടിഫിക്കറ്റ് പോലും നേരിട്ട് പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് ഇനി കുട്ടിക്ക് കിട്ടില്ല, അതും സ്കൂൾ മുഖേന HMന്റെ അണ്ടറിൽ അത് പ്രിന്റ് എടുത്തിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാൻ എന്നുള്ളത്. അതായത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. LSS USS സ്കോളർഷിപ്പ് ഫലം വന്നാലും തുക നൽകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന സർക്കാർ ഇനി സർട്ടിഫിക്കറ്റും നേരിട്ട് നൽകില്ല എന്നുള്ളതാണ്. പ്രഥമാധ്യാപകർ വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സീൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ ഭവനിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന സ്കൂളുകൾക്ക് വിതരണം ചെയ്യുന്നതായിരുന്നു ഇതുവരെ ചെയ്തിരുന്ന രീതി. എന്നാൽ അത്തരത്തിലുള്ള രീതി ഒഴിവാക്കിയിട്ട് ഇനി പ്രഥമാധ്യാപകർ HMമാർ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് HM പോർട്ടൽ മുഖേന ലോഗിൻ ചെയ്ത് പ്രിന്റ് എടുത്ത ശേഷം ഒപ്പ്, സ്കൂൾ സീൽ എന്നിവ രേഖപ്പെടുത്തിയിട്ട് വേണം നൽകാനെന്നത്. കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിന്റെ ക്വാളിറ്റി ഏതാണെന്നുള്ളത് വരെ മനസ്സിലായിട്ടുണ്ട്. 100 GSM കനത്തിൽ കൂടുതലുള്ള വെള്ള A4 പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് സങ്കടം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലേ. ഇത്രയധികം മാസങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളൊക്കെ അധ്വാനിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു എക്സാം വിൻ ചെയ്ത കുട്ടികൾക്ക് അവർക്കൊരു ചെറിയ തുക, ഇനി തുകയില്ലെങ്കിൽ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുമ്പോൾ അതിനുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ അവർക്കുള്ളൊരു സന്തോഷം എന്നുള്ളത് വളരെ വലുതാണ്. അവർക്ക് ഭാവിയിൽ എഴുതാനുള്ള ഒരുപാട് എക്സാമുകൾക്കുള്ള ഒരു പ്രചോദനമാണ്, അവർക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സമീപനം തികച്ചും USS ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള, നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് അടുത്ത ഈ വരുന്ന ഫെബ്രുവരി 26 നടക്കാനിരിക്കുന്ന USS പരീക്ഷയ്ക്ക് ഇനി പഠിക്കേണ്ടതില്ല, പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചാലും വിജയിച്ചാലും സ്കോളർഷിപ്പ് തുകയോ സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടില്ലല്ലോ, പിന്നെ എന്തിനു പഠിക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട. USS എന്നുള്ളത് നിങ്ങളുടെ മത്സര പരീക്ഷയുടെ ലോകത്തെ ആദ്യത്തെ പടിയാണ്. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ആ ഒരു പടി നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കയറി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബിൽഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷ സമീപിക്കുക. സ്കോളർഷിപ്പ് തുക കിട്ടുകയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുകയോ ഒന്നും ആവരുത് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് കൂട്ടത്തിൽ സൂചിപ്പിക്കുക. അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. USS ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം സങ്കടം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാർത്തയാണ് എങ്കിൽ കൂടെ ഇതാവരുത് നിങ്ങളുടെ ലക്ഷ്യം. ഒരു ചെറിയ ഒരു സ്കോളർഷിപ്പ് തുക കിട്ടുക എന്നുള്ളതാവരുത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാവരുത്. പകരം മത്സര പരീക്ഷകൾക്കുള്ളൊരു പ്രാക്ടീസ്, അതിനുള്ളൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതുകൂടെ ഓർമ്മിക്കുകയാണ്. വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് ഒരു തവണ മാത്രമേ പ്രിന്റ് എടുക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് സ്കൂൾ അധികൃതർക്ക് ഗവൺമെന്റ് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടതുണ്ട്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ദിവസങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് കൺഫേം ആയി എന്ത്, സ്കോളർഷിപ്പിന്റെ തുകയും കിട്ടാൻ ഒരല്പം ഡിലേ ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതൊക്കെ ഈ ഒരു വാർത്തയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ എനിവേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ 2025 വർഷത്തിൽ USS എഴുതിയിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് തരും എന്നുള്ളതാണ് വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരുപാട് അധ്യാപകർ റിപ്പോർട്ട് ചെയ്ത പ്രകാരം സൈറ്റിൽ ഇത് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. പുറമെ നിന്ന് പ്രിന്റ് ചെയ്ത് നൽകാനുള്ള തുക സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അധികഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നുമാണ് ഒരു വിഭാഗം അധ്യാപകർ പറയുന്നത്. അപ്പൊ അധ്യാപകരും ഒരു വിഭാഗം ടീച്ചേഴ്സും ഈ ഒരു ഉത്തരവിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാണ് ഓൺലൈനായി ലഭ്യമാക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ
ഗവൺമെന്റ് ഭാഗത്തുള്ള എക്സ്പ്ലനേഷൻ എന്താണ്? സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്ത് ഓരോ കുട്ടിക്കും എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ടൈം, കുറച്ച് സമയം വേണ്ടി വരും. ആ ഒരു ടൈം ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ നിന്ന് തന്നെ പ്രിന്റ് എടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ അധ്യാപകർ കൂടുതൽ പേരും, ഒരു വിഭാഗം അധ്യാപകർ പറയുന്നത് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, സ്കോളർഷിപ്പ് തുകയോ കൊടുക്കുന്നില്ല, സർട്ടിഫിക്കറ്റ് പോലും സ്കൂളിൽ നിന്ന് പ്രിന്റ് എടുത്ത് കൊടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അതിനെ വിവർത്തനം ചെയ്യുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇപ്പോൾ സ്കോളർഷിപ്പ് തുക കൊടുക്കാൻ ബാക്കിയുണ്ട്, ഇപ്പോഴും സ്കോളർഷിപ്പ് തുക കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് വാർത്തയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്കോളർഷിപ്പ് തുക എത്രയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള നമ്മുടെ ഒരു ടാർഗറ്റ് ആണ്. ഫസ്റ്റ് പ്രൈമറി ടാർഗറ്റ് എന്നുള്ളത് എക്സാം ക്വാളിഫൈ ചെയ്യുക. ഈ എക്സാം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള ഒരു ഉയർന്ന തലത്തിലേക്കുള്ള പോകാനുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രചോദനമായി തീരാനുള്ള സംഗതിയാണ് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് പരീക്ഷയെ സമീപിക്കുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ USSനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ US ആസ്പിറൻസിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലൊക്കെ പരിചയപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.